വ്ളോഗർമാരെന്നുള്ള പേരിൽ ഒരു വർഗം വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തുടങ്ങിയ ഒരു ഇടപാടാണ്. അതായത് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക. എന്ത് വൃത്തികേട് കാണിച്ചാലും മതി, വേണമെങ്കിൽ തുണിയില്ലാതെ നടക്കും. പണ്ട് നമ്മളത് കണ്ടിട്ടുള്ളതാണ്. കാരണം എന്താ, ആളുകൾ ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. അത് നമ്മൾ പണ്ടത്തെ കാലത്ത് നഗ്നയോട്ടം നടന്നതാണ് മഹാരാജാസ് കോളേജിൻ്റെ അവിടെ. നമുക്ക് എല്ലാവരും ഒരുപാട് പേര് കണ്ടിട്ടുള്ളതാണ്, അറിയാവുന്ന കാര്യമാണ്. എന്തിനാ കാര്യം എന്ന് വെച്ചാൽ ജനശ്രദ്ധ അതിൽ കിട്ടണം. അതിനുള്ള ഏത് വൃത്തികെട്ട മാർഗങ്ങളും ആളുകൾ സ്വീകരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന വർഗം, ഈ വ്ളോഗർമാരെന്ന് പറയുന്നവർ ഒരുപാട് പേര് ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യമാണ്. ഈ അടുത്ത സമയത്ത് ഒരാൾ ചെയ്തത് കാര്യം, അയാളൊരു ടാറ്റ സഫാരി കാർ, ആ കാറിനകത്ത് ഒരു കുളം കുഴിച്ചെന്ന് പറഞ്ഞാൽ അത് പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് അതിൽ കിടന്ന് കുളിക്കുക, കളിക്കുക, ഇതെല്ലാം കാണിക്കുക. അത് അപ്ലോഡ് ചെയ്ത് മുഴുവൻ ആൾ കാണിക്കുക. കാരണം നമുക്ക് കാറിനകത്ത് റോഡിൽ കൂടെ ഓടുന്ന വാഹനങ്ങളാണ്, ഇതൊന്നും ചെയ്യാൻ പാടുള്ള കാര്യമല്ല. ഇതിൻ്റേതായ നിയമങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ വണ്ടിക്കകത്ത് എനിക്കെന്തും ചെയ്യാം എന്ന് ചിലപ്പോൾ തോന്നും, ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മോട്ടോർ വാഹന നിയമം അനുസരിച്ച് മാത്രമേ അതിൽ മോഡിഫിക്കേഷൻസ് എന്തെങ്കിലും വരുത്തണമെങ്കിൽ നിയമാനുസരണം മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലാതെ തോന്നിയവാസമൊന്നും കാണിക്കാനോ അതിൽ കുളം കുഴിക്കാനോ ഒന്നും പാടില്ല. അതിനകത്ത് എന്തെങ്കിലും ഇതുപോലുള്ള കെട്ടിവെച്ച് കൊണ്ടുപോകാനൊന്നും പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഇനി അതിനകത്ത് താമസിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം നമുക്ക് ക്യാരവനുണ്ട്. ക്യാരവൻ വാങ്ങിച്ചാൽ ഇപ്പോൾ ക്യാരവൻ്റെ ലൈസൻസ് എല്ലാവർക്കും കിട്ടുന്നതാണ്. അതുകൊണ്ട് ക്യാരവൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ക്യാരവന് AC ഒക്കെ ഉള്ളതാണ്, അതിനകത്ത് ജനറേറ്ററൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ ഒരു സ്ഥലത്തോ അങ്ങനെ കൊണ്ടിട്ടിട്ട് അതിൽ കിടന്ന് ഉറങ്ങുകയോ ഒക്കെ ചെയ്യാം. അതിനകത്ത് കുളിക്കാൻ അതോ ബാത്റൂം ഉണ്ട്, സൗകര്യമൊക്കെ ഉണ്ട്. നാട്ടുകാരെ കാണിക്കാനല്ലത്, അത് ആവശ്യത്തിനാണ്. ഇത് ആളുകളെ കാണിക്കാൻ ഈ വണ്ടിക്കകത്ത് കുളിക്കുക, എന്നിട്ട് അത് ആ രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. കർശന നടപടി വേണ്ടതാണ് ഇതൊക്കെ. റോഡിലൂടെ എത്രയോ ആളുകൾ എത്രയോ വാഹനങ്ങളും ആളുകളും സഞ്ചരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ റോഡുകൾ. ആ റോഡിലൂടെ ഓടിക്കുന്ന വാഹനത്തിനകത്താണ് ഈ പണി ചെയ്തേക്കുന്നത്. ഇതേപോലുള്ള വൃത്തികേടുകളൊക്കെ കാണിച്ച് ശ്രദ്ധയില്ലാതെ വണ്ടിയൊക്കെ ഓടിച്ച് എത്രയോ അപകടങ്ങളുണ്ടാക്കും. എന്തൊക്കെ അപകടങ്ങളുണ്ടാക്കും. അതുകൊണ്ട് ഇങ്ങനെ ഈ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതോ, ഇനി അല്ലെങ്കിൽ മദ്യപിച്ച് റോഡിൽ കിടന്ന് ഡാൻസ് കളിച്ച് ആളുകളെ കാണിച്ച് അട്രാക്റ്റ് ചെയ്യുക, അതിനകത്ത് അല്പമാത്ര വസ്ത്രം മാത്രം ഉപയോഗിച്ച് ആ രീതിയിലുള്ള ഡാൻസ് പ്രകടനങ്ങൾ നടത്തുക. പിന്നെ നമ്മൾ ഈ ആവേശം എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ കാണുന്ന കാര്യങ്ങളെല്ലാം അത് സിനിമയാണ്, അത് ഇന്ന് തെരുവിൽ കാണിക്കാൻ നിൽക്കുക. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ശ്രദ്ധ, അതായത് ഏത് വിധത്തിലായാലും ഒരു അട്രാക്ഷൻ പിടിച്ചു പറ്റണം മതി, അതോടുകൂടി അവന് സാഫല്യം നേടി എന്നുള്ളതാണ്. ഈ രീതിയിലാണ് ഈ വ്ളോഗർമാരെന്ന് പറയുന്ന വർഗം പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇതിന് സങ്കടകരമെന്ന് പറയട്ടെ, ഇവർക്ക് ഇതിനെ ഓശാന പാടാനായിട്ട് ഒത്തിരി യുവജനങ്ങളെ കിട്ടുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. ഇത് കാരണം ആ കുട്ടിയൊക്കെ അറിയത്തില്ല ഏത് നല്ലത് ഏത് ചീത്തയാണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഒരു പ്രായമാണ്. 25 വയസ്സിൽ താഴെയുള്ള ആളുകൾ, യുവാക്കളാണ് ഇതിനോട് കൂടുതലും അട്രാക്റ്റഡ് ആയിട്ട് അങ്ങോട്ട് മാറുന്നത്. കാരണം അവരുടെ മനസ്സുറച്ചിട്ടില്ല, അവർക്കൊരു പാകത വന്നിട്ടില്ല. അവരെന്താണ് ലൈഫ് എന്നുള്ളത് പഠിച്ചു തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, പഠിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്നുടനെ ഈ മദ്യപാനം, പരസ്യമായ മദ്യപാനം, അവിടെ ചെന്ന് അടികൂടുക. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ എന്തുമാത്രം അനിഷ്ട സംഭവങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഒരിക്കൽ ഇപ്പോൾ അങ്ങോട്ട് നിന്ന് ഒരു മൊബൈൽ കടയിലോട്ട് 2-3 അമ്മമാർ ചെന്ന് കയറി. എന്തെന്നറിയോ, അവിടുത്തെ അതിന് ആ ഒരു മൊബൈലിന് ഒരു കവർ ഇട്ട് കൊടുക്കാനോ ഏതാണ്ട് പറഞ്ഞിട്ട് അയാളത് ഇച്ചിരി താമസിച്ചു പോയി ഇട്ട് കൊടുക്കായി. അയാൾ എടുത്തിട്ട് അടിച്ച് ആ കടയും തല്ലി പൊളിച്ചിട്ട് പോയി. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ സ്വബോധത്തിൽ ചെയ്യുന്ന കാര്യമല്ല. അതാണ്ട് ഇന്നലെ കൊച്ചിയിൽ നിന്ന് ഇവിടുന്ന് ഒരു ചെറുപ്പക്കാരൻ ഒരുത്തന്നെ, അവന് 36 വയസ്സുണ്ട്, പിന്നെ ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി കേട്ടോ, അവരും രണ്ടുപേരും കൂടെ കൊണ്ടുവന്ന് 1/2 കിലോ MDMA. 1/2 കിലോ MDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വില വരുമെന്ന് ആലോചിക്കും. അത്ര വിലയല്ല അതിൻ്റെ പ്രശ്നം. ഈ 1/2 കിലോ എന്ന് പറയുന്നത് ഒരു പ്രദേശം മുഴുവനുള്ള യുവാക്കളെ, യുവതികളെ ഒക്കെ ഭ്രാന്തരാക്കി മാറ്റാൻ കഴിവുള്ള സാധനമാണ് ഈ 1/2 കിലോ MDMA. അത് കൊണ്ടുവന്നേക്കാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അന്വേഷണം എവിടെ വരെ നിൽക്കുമെന്നൊന്ന് നോക്കിക്കോളൂ. ഇതിലങ്ങ് നിൽക്കും. ഈ പെൺകുട്ടിയും ഇവനും അവിടെ നിൽക്കും. MDMA അവൻ തന്നെ ഉണ്ടാക്കിയാന്ന് വേണമെങ്കിൽ അവൻ പറയും. എന്ന് വെച്ചാൽ ഇത് എഴുതി നോക്കി, എവിടെ നിന്നാന്ന് അറിഞ്ഞുകൂടാ. അറിയാൻ വയ്യാതെ അവൻ്റെ ഇന്ന് വരത്തില്ലല്ലോ ഈ സാധനം. ഇതിൻ്റെ ഉറവിടം അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് നമ്മുടെ പോലീസ് ചെയ്യേണ്ടതാണ്. ഇൻവെസ്റ്റിഗേഷൻ
ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ചെയ്യേണ്ടതാണ്. അവരത് ചെയ്യുന്നില്ലല്ലോ. അതാണ് പ്രശ്നം. ഈ അന്വേഷണം അവിടെ അങ്ങ് നിൽക്കും, മുകളിലോട്ട് പോകുന്നില്ല. മുകളിലോട്ട് പോകുമ്പോൾ വലിയ പുള്ളികൾ ഇതിൽ പെടും. അതാ കാര്യങ്ങൾ. ഇവിടെ നമ്മുടെ വലിയ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വീണുടയും. അതാണ് പ്രശ്നം. അത് വരുമ്പോൾ അവരുടെ പിടിപാടിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. ഈ അന്വേഷണമൊക്കെ അവിടെ നിൽക്കും. ഇവിടുത്തെ ചെറുപ്പക്കാർ ഭ്രാന്തരായാൽ അവർക്കെന്താണ്? അത്രയേ ഉള്ളൂ. ഭ്രാന്തരായി മാറുകയാണ് ഈ സമൂഹം. ഈ ഭ്രാന്തിൻ്റെ പുറത്താണ് ഈ കാണിക്കുന്ന അപകടങ്ങൾ മുഴുവൻ തോന്നിവാസങ്ങൾ കാണിക്കുന്നത്. പെട്രോൾ പമ്പിൽ ചെല്ലുക, പെട്രോൾ അടിക്കും, അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി അവനെ എടുത്തിട്ട് അടിക്കും, എന്നിട്ട് പോകും. അവിടെ നിന്നുള്ളെങ്കിൽ അതും കൂടെ പിടിച്ചു പറിച്ചുകൊണ്ട് പോകും കയ്യിൽ. ഹോട്ടലിൽ കയറി അവിടെ ബഹളം ഉണ്ടാക്കുക, ബാറിൽ കയറി അവിടെ അടി ഉണ്ടാക്കുക. കാരണം ബാറിൽ കയറുക എന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കിയില്ലെങ്കിൽ അതിൻ്റെ ആ കിക്ക് നഷ്ടപ്പെടും, അതിൻ്റെ അടി വേണം. ഈ രീതിയിലായിപ്പോയി നമ്മുടെ യുവജനങ്ങൾ പലരും. ഇത് ഒന്ന് മാറ്റണം. കാരണം മാറണം എന്ന് പറഞ്ഞ് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ നാട് നശിക്കും, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നശിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ഇവരെയൊക്കെ ഉണ്ടല്ലോ, ഈ വാഹനങ്ങളിൽ തോന്നിവാസം കാണിക്കുന്ന ആളുകളെയൊക്കെ നിലയ്ക്ക് നിർത്തണം. അതിനൊക്കെ ശക്തമായ നടപടി വേണം. കേരള ഹൈക്കോടതിയുടെ അതിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത് വളരെ ആശാസ്യമായ ഒരു കാര്യമാണ്.